ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു MIBS ടെക് ക്യാച്ചർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആദം നബിയുടെ കാലടയാളമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എവിടെയാണുള്ളതെന്ന് ചിലവർക്ക് ഡൗട്ട് കാണും. നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത്. ഇതിന് മുമ്പേ നമ്മൾ നോളജ് സിറ്റിയിൽ പോയിരുന്നു. അവിടെ മുഹമ്മദ് നബിയുടെ മുടി കണ്ടിരുന്നു. പക്ഷേ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഷൂട്ടിംഗ് അനുവാദമല്ല. അപ്പോൾ ഇനി കാണിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ മാക്സിമം കാണിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇത് ഷെയർ ചെയ്ത് എനിക്ക് സപ്പോർട്ട് തരണം മാക്സിമം. അപ്പോൾ ബാക്കിയുള്ള കാണുന്നതായിട്ട് വെയിറ്റ് ചെയ്ത് എല്ലാവരും തന്നെ ഈ ചാനൽ ലൈവ് ഇരിക്കേണ്ടതാണ്. ലൈവ് കാണാൻ പറ്റാത്തവർ വിഷമിക്കണ്ട, അല്ലാതെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാലും മതിയാവും. ഞാൻ വലിയ എഡിറ്ററൊന്നുമല്ല, നിങ്ങൾക്കും അറിയാമായിരിക്കും. ഞാൻ ഫോട്ടോസ് മാത്രമേ എഡിറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുമായിരിക്കും. നമുക്ക് അപ്പോൾ വാഹനങ്ങളൊക്കെ കയറുമ്പം എടുക്കാനും പറ്റുന്നില്ല. നമ്മൾ ട്രെയിനിലാണ് വന്നത്, അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ചെറിയ ചെറിയ പാർട്ടാക്കിയാണ്. കുറേ സ്ഥലങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് വരാറായപ്പോഴാണ് ഓർത്തത് യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെയാണ് എടുത്തത്. ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കടലിൽ അങ്ങോട്ടാണ്. ഞാൻ അപ്പോൾ വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞത് ഒന്ന് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ മറന്നുപോയോണ്ടൊന്നുമല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു കറക്കത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കണം. പിന്നെ ഇനി സബ്സ്ക്രൈബേഴ്സൊന്നും വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കടലിലോട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കോഴിക്കോടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കടൽ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പം എവിടെ അറിയാമല്ലോ നിങ്ങൾ, കോഴിക്കോട് ബീച്ച് അടുത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് കട്ട് കയറിയെന്നാണ് എടുക്കുന്നത്. പറ്റുന്നതെല്ലാം കാണിക്കാം. സോറി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഞാൻ ഓരോ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ വീഡിയോ എടുക്കുന്നത് പോസ് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടുത്തെ ബീച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അപ്പോൾ ആ വീഡിയോകൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുന്നതാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ചില ടൈമിന് ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ വണ്ടി കയറുന്ന ടൈമിലൊക്കെ 1-2 മണിക്കൂർ നിങ്ങൾക്ക് ലൈവിൽ നിൽക്കേണ്ടി വരുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ലേറ്റായി, അതുകൊണ്ട് കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ഇനി റൂമിൽ കിടന്നിട്ട് നാളെ രാവിലെ എണീച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ ആ റൂമിൻ്റെ ബാൽക്കണിയുടെ ഒരു വ്യൂ കാണിച്ചു തരാം. അന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ ട്രെയിനിൽ കയറി നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാൻ ട്രെയിനിൽ കയറുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.